തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടിക്ക് 67 വർഷം തടവ്. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രധാനപ്പെട്ട ഒരു കേസിലാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2024 ഏറെ വിവാദമായ ഒരു സംഭവമായിരുന്നു ഈ കേസ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിനപ്പുറത്തേക്ക് അതിലെ ക്രൂരത അടക്കമുള്ള കാര്യങ്ങൾ അന്ന് വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. 2024 ഫെബ്രുവരി 19 പുലർച്ചെയാണ് ചാക്ക റെയിൽവേ പാളത്തിന് സമീപത്തെ പുറമ്പോക്ക് ഭൂമിയിൽ നാടോടി സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയെ ഹസൻകുട്ടി എന്ന പ്രതി തട്ടിക്കൊണ്ടുപോയത്. പീഡിപ്പിച്ച ശേഷം റെയിൽവേ ട്രാക്കിന് സമീപത്തെ പൊന്തക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കുട്ടിയെ കാണാതായത് അന്ന് കേരളത്തിൽ വലിയ വിവാദമായ വാർത്തയായിരുന്നു. പിന്നാലെ അതേ ദിവസം തന്നെ വൈകുന്നേരം ഈ കുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തി. തുടർന്ന് ഉടൻ തന്നെ SAT ആശുപത്രി എത്തിയതുകൊണ്ടാണ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായത്. അതിനുശേഷം നടത്തിയ വൈദ്യപരിശോധനയിലാണ് കുട്ടി പീഡനത്തിനിരയായി എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. അതിനുശേഷം പോലീസ് വളരെ പെട്ടെന്ന് തന്നെ കോടതി നടപടികൾ പൂർത്തിയാക്കി കോടതിയിലേക്ക് ഇത് എത്തിക്കുകയും കോടതിയിൽ വിചാരണ നടക്കുകയുമായിരുന്നു. ഈ ബ്രഹ്മോസിന്റെ ഭാഗത്തെ CCTV ആണ് ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം ആദ്യം ആലുവയിലും പിന്നാലെ പളനിയിലും പോയി രൂപമാറ്റം വരുത്തിയിരുന്നു ഹസൻകുട്ടി. ഒടുവിൽ കൊല്ലത്ത് നിന്നാണ് ഹസൻകുട്ടി പിടിയിലാകുന്നത്. ഇതിൽ വിചാരണഘട്ടത്തിൽ നിർണായകമായത് പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് കുട്ടിയുടെ തലമുടി ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താനായത് എന്നുള്ളതാണ്. അത് പ്രോസിക്യൂഷൻ കാര്യമായി ഉന്നയിച്ചിരുന്നു. കൂടാതെ കുട്ടിയെ പീഡനത്തിനിരയാക്കിയ സ്ഥലത്തു നിന്നും ശേഖരിച്ച സാമ്പിളുകളും പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച സാമ്പിളുകളും ശാസ്ത്രീയ പരിശോധനയിൽ ഒന്നാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ പ്രതി കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം പോക്സോ കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ശേഷം ഇന്ന് 67 വർഷം തടവ് എന്നുള്ള ശിക്ഷയിലേക്ക് കോടതി എത്തുകയായിരുന്നു.